ഗുഡ് മോർണിംഗ്. രജിത ബാലു ആണേ. തട്ടുന്നവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർക്കിടകം ദുർഘടം എന്ന് ഒക്കെ നമ്മൾ പണ്ടുള്ളവർ പറഞ്ഞ് കേട്ടിട്ടാണ് വളർന്നു വന്നിട്ടുള്ളത്. എന്നിരുന്നാലും പണ്ടുള്ളവർ നേരിട്ടിട്ടുള്ള അത്രയും ദുരന്തങ്ങളോ ദുർഘടങ്ങളോ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു കർക്കിടകത്തിൻ്റെ ഒരു ദുർഘടാവസ്ഥയിലൂടെ തന്നെയാണ് നമ്മളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. നമുക്ക് ഈ സമയത്തൊന്നും നമ്മുടെ വയനാടിനെ മറക്കാനായിട്ട് പറ്റില്ല. പക്ഷേ നമ്മളെല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ ജോലിയുടെ ഭാഗമായിട്ട് എനിക്കും വീഡിയോസ് നിത്യേന ചാനലിൽ ഇട്ടേ മതിയാവുള്ളൂ. അതിൻ്റെ പേരിൽ എൻ്റെ ചാനലിൻ്റെ സ്വഭാവം അനുസരിച്ച് ഞാനും വീഡിയോ ഇടാൻ നിർബന്ധിതയാവണം കേട്ടോ. അപ്പോൾ പ്രാർത്ഥനകൾ മാത്രമേ എനിക്ക് നൽകാനായിട്ടുള്ളൂ. പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സേഫാണെന്ന് എന്നെ വിശ്വസിക്കുകയും ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു കർക്കിടകം സ്പെഷ്യൽ പായസത്തിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോഴേ ഇന്ന് ആശാളിയും അതുപോലെ തന്നെ ഉണങ്ങലരിയും വെച്ചുകൊണ്ടുള്ള ഒരു പായസം റെസിപ്പിയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. വളരെ ഹെൽത്തിയസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് ഇത്. അപ്പോൾ ഈ കാണിച്ചത് ഉണങ്ങലരിയാണ് കേട്ടോ. നമ്മൾ പച്ചരി കുത്തരി എന്നും പറയും, വിഷുക്കട്ടയൊക്കെ വെക്കാനാണ്. അത് 2.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇന്ന് മെയിൻ നമ്മുടെ സൂപ്പർ താരം ആശാളി എന്ന് പറയും കേട്ടോ. നമ്മൾ മരുന്ന് കഞ്ഞി വെച്ചാലൊക്കെ ഇട്ടിട്ടുണ്ട്, അങ്ങാടിക്കടയിൽ നിന്ന് കിട്ടും. അപ്പോൾ അത് ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാലാണ് വേണ്ടത്. അപ്പോൾ ഞാൻ 1/2 ലിറ്റർ പാലാണ്, അത് ചെറിയൊരു ഉരുളിയിലാക്കിയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ കത്തിക്കുക, പാലൊന്ന് അടുപ്പത്തേക്ക് കയറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഈ 1/2 ലിറ്റർ പാലിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. 1/4 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പാലൊന്ന് തിളച്ച് വരുമ്പോഴേക്കും അരി നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കുക. ആശാളി നമുക്ക് ഒന്ന് വെള്ളം ഒഴിച്ച് കുതിർക്കാനായിട്ട് വെക്കേണ്ടതാണ് കേട്ടോ. അത് നമ്മൾ അരി ഇട്ടതിന് ശേഷം മാത്രം അത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അത് നിറയെ വെള്ളം ഒഴിച്ചു വെക്കുക. അപ്പോൾ അത്രയും തന്നെ അത് വീർത്ത് വരും. നമ്മുടെ കസ്കസ് വീർത്ത് വരുന്ന പോലെ വീർത്ത് വരും. ശ്രദ്ധിക്കണം, ചോർന്നു പോകും. അതുകൊണ്ട് അരിപ്പയിലിട്ടിട്ട് വാഷ് ചെയ്യണതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ പാല് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ഉണങ്ങലരി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് അത് ഇളക്കിക്കൊണ്ടിരിക്കുക. അരി ഇട്ടതിന് ശേഷം ഉടനെ നമ്മളുടെ ആശാളി കഴുകിയിട്ട് അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചു വെക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മളുടെ ഈ ഉണങ്ങലരി ഒരു പകുതി വേവായിട്ടുണ്ടാവും. ഏകദേശം 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ടാവും. ആ സമയമാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആശാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അരി ഇട്ടതിന് ശേഷം ഞാൻ ആശാളി കഴുകിയിട്ട് വെള്ളം ഒഴിച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി അരി ഏകദേശം വെന്ത് വരുമ്പോഴേക്കും ഇത് നന്നായിട്ട് വീർത്ത് വരും. അപ്പോൾ നമ്മളുടെ ഉണങ്ങലരി ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കണ്ടില്ലേ, നമ്മളുടെ ആശാളി നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ആശാലിയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. 6-7 മിനിറ്റ് നേരം നമ്മുടെ ആശാലിക്ക് വേവുണ്ട്. അത്ര നേരം വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അത്രയും സമയമാകുമ്പോഴേക്കും നമ്മുടെ ഉണങ്ങലരിയും ഇതിനോടൊപ്പമുള്ള വേവായിട്ട് വരും. ഈ സമയത്തിനുള്ളിൽ പഞ്ചസാര ആഡ് ചെയ്യണ്ട. ആശാളി ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് 3 ഏലക്ക ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. നമുക്കത് സെർവ് ചെയ്യണ നേരത്ത് മാറ്റിയിടാം കേട്ടോ. ആശാളിയും ചേർത്ത് ഒരു 7 മിനിറ്റ് ആയപ്പോൾ നമ്മുടെ റൈസും അതുപോലെ ആശാളി നന്നായിട്ട് വെന്ത് വന്ന് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പഞ്ചസാരയുടെ ഒക്കെ അളവ് നമ്മൾ ഓരോരുത്തരുടെയും ഇഷ്ടാനുസരണം കൂട്ട് കുറയ്ക്കോ ഒക്കെ ചെയ്യാം കേട്ടോ. പഞ്ചസാരയ്ക്ക് പകരം ശർക്കര വേണമെങ്കിലും ആഡ് ചെയ്യാം. അപ്പം നമ്മുടെ പായസം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഏകദേശം ഒരു 1/4 ടേബിൾ സ്പൂണോളം നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇതിലേക്ക് താളിപ്പൊന്നും ചേർക്കണില്ല, അതായത് അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനെയുള്ള താളിപ്പ് ചേർക്കണില്ല. ഈ സമയത്ത് നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിരിക്കുകയാണ് കേട്ടോ ഞാനിപ്പോൾ. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒരു അരപ്പിടുത്തത്തോളം ബദാം പരിപ്പ് ചെറുതായിട്ട് നുറുക്കിയെടുത്തതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നന്നായി ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു നുള്ള് ജീരകം പൊടിച്ചതും അതുപോലെ തന്നെ ഒരു നുള്ള് നമ്മുടെ ചുക്കുപൊടിയും കൂടെ ചേർത്ത് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്കത് ചൂടോടെ സെർവ് ചെയ്യാം കേട്ടോ. നമ്മളെ പായസം വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പായസത്തിൻ്റെ അടുത്ത് തന്നെ ത്രൂ ഔട്ട് നിൽക്കാട്ടോ. കാരണം പാട കെട്ടാനോ അടി പിടിക്കാനോ തിളച്ചു പോകാനോ ഒക്കെയുള്ള ചാൻസ് ഉണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പം നമ്മുടെ കർക്കിടകം സൂപ്പർ സ്പെഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കർക്കിടകം സ്പെഷ്യൽ ആയിട്ടുള്ള സൂപ്പർ സ്പെഷ്യൽ റെസിപ്പി കർക്കിടക പായസം എന്ന് പറയാം, അല്ലെങ്കിൽ ആശാളി പായസം എന്ന് പറയാം, ആശാളി ഉണങ്ങലരി കോമ്പിനേഷനിലുള്ള പായസം എന്ന് പറയാം കേട്ടോ. ആശാളി തന്നെ വേണമെങ്കിൽ നമുക്ക് പായസം വയ്ക്കാം. പിന്നെ കൊഴുപ്പ് കിട്ടാനായിട്ട് നമ്മൾ കോൺഫ്ലോറോ കസ്റ്റാർഡോ ഒന്നും ചേർത്തിട്ടില്ല. അതിനാണ്
ഞാൻ അല്പം ഉണങ്ങലരിയും ചേർത്തത്. അപ്പോൾ അടിപൊളിയായിരുന്നു, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എൻ്റെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടവും തന്നെയാണ് എൻ്റെ വിശ്വാസം. എങ്കിലേ കാണാൻ മറക്കണ്ട, സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോകളിലൂടെ നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ചിൽഡ്രൻ ടേക്ക് കെയർ, ബൈ.